ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൂത്തുപറമ്പിലേക്കാണ്. വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ച്. അപ്പോൾ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കൂത്തുപറമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ പരാഗ് പോകാണ്ടൊരു പരിപാടിയില്ല. ഞാൻ പരാഗിലെത്തിയതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്തേ ലജിനേച്ചിക്ക് വേണ്ടിയിട്ട്. അതിന് ശേഷം ഓറ് വന്നതിന് ശേഷമാണ് ഞാൻ പരാഗിലേക്ക് കയറിയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കണം എന്നുള്ളത് ആകെ മൊത്തം കൺഫ്യൂഷനായിരിക്കും. അത്രയ്ക്ക് മെറ്റീരിയൽസ് ഇവിടെയുണ്ട്. മെറ്റീരിയൽസിൻ്റെ പേര് പോലും എനിക്കറിയില്ല. ഷിഫോണാണോ ജോർജറ്റാണോന്നോ കോട്ടൺ ആണോ പോളിസ്റ്റർ ആണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേങ്കിൽ അത്രയ്ക്ക് വെറൈറ്റി മെറ്റീരിയൽസ് ഇവിടെയുണ്ട് എന്നറിയാം. അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സൊന്നും ഏത് കളറാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറൈറ്റിയാണ് ഇടാം. ഓണത്തിന് വേണ്ട ധാവണീൻ്റെ കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് സാരി മുറിച്ചെടുക്കാൻ പറ്റിയ മെറ്റീരിയൽസും. അതിൻ്റെ തുണി ഏതാണെന്ന് ചോദിക്കേണ്ട, അതെനിക്കറിയില്ല. പക്ഷേ നല്ല സെലക്ഷനാണ്. പരാഗിൻ്റെ തലശ്ശേരി ഷോറൂമിലേക്ക് ഞാനൊരിക്കൽ പോയിട്ടുണ്ടേനു. എനിക്ക് തോന്നുന്നത് തലശ്ശേരി ഷോറൂമിനെക്കാട്ടും കളക്ഷൻസ് കൂടുതലുള്ളത് കൂത്തുപറമ്പ് തന്നെയാണ്. പിന്നെ ആടെ ചെന്ന് കഴിഞ്ഞാൽ ഹേ ഹൈ ഹോ പറഞ്ഞിട്ട് നമുക്ക് തലക്ക് വട്ടാവും. കാരണം ആടെ എല്ലാ ഹിന്ദിക്കാരാണെന്ന് നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലാവുകയില്ല. ഇപ്പം അവിടെ മലയാളീസ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനൊരു 1 ഇയർ മുന്നെയാണ് അവിടെ പോയത്. കൂത്തുപറമ്പ് പിന്നെ ആ പ്രശ്നമില്ല. ഇവിടെയുള്ള ചേച്ചിമാർ നല്ല വൃത്തിക്ക് പറഞ്ഞുതരും. ഏതിന് ഏത് മാച്ച് ചെയ്യുന്നു മാച്ച് ചെയ്യില്ലെന്നും എല്ലാം നല്ല വൃത്തിക്ക് പറഞ്ഞുതരും. നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ്. മെറ്റീരിയൽസ് മാത്രമല്ലേ, നമ്മുടെ ബ്ലൗസിനും ടോപ്പിനെല്ലാം വെക്കാൻ പറ്റുന്ന ഹാങ്ങിങ്സ്, പിന്നെ അതുപോലെ തന്നെ ബീഡ്സ്, ഗോൾഡൻ ആണെങ്കിലും പേൾ ആണെങ്കിലും അങ്ങനെ അതും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വേറൊരു ഷോപ്പ് അന്വേഷിച്ചിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. പരാഗിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് പിങ്കിലാണ്. പിങ്കിന്നും 1-2 ഡ്രസ്സെല്ലാം എടുത്ത് പിന്നെ ബേബിയിൽ പോയി ഫുഡെല്ലാം കഴിച്ച് സാവധാനം വീട്ടിലേക്ക് മടങ്ങി. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലോണം പോയിട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.